നിങ്ങളുടെ ദൈവം കല്ലിലാണ്, എൻ്റെ ദൈവം എൻ്റെ ചങ്കിലാണ്. ഇതുതന്നെയാണ് ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധനും പറഞ്ഞത്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. എല്ലാവർക്കും ഊരാളി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം മാടൻ മോക്ഷം. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ജയമോഹൻ സാറിൻ്റെ മാടൻ മോക്ഷം എന്ന നോവലിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് മാടൻ മോക്ഷം എന്ന നാടകം. നാടകത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ കാണുമ്പോൾ കണ്ണും മനസ്സും നിറയും. വളരെ അസാധ്യമായ പെർഫോമൻസാണ് നാടകത്തിലുള്ള അഭിനേതാക്കൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാടകം സമകാലിക രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിലൂടെയാണ് കഥ പറയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ ചിരിക്കാനുണ്ട്. നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അറിയാതെ തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. കാരണം മാടൻ എന്ന് പറയുന്ന ദൈവം അനുഭവിക്കുന്ന വിഷമം, മാടന് മോക്ഷം കിട്ടുമോ എന്നുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൈവങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷമം മനുഷ്യൻ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥ. മാടൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം രാജാവ് എന്നാണ്. രാജാവ് എന്ന വാക്കാണ് മാടൻ എന്ന് പറയുന്നത്. തമിഴ് ഭാഷയിലുള്ള ഒരു വാക്കാണ് മാടൻ. അതല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നത് സംസ്കാരത്തെ അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഭാഷ. ഭാഷയാണ് സംസ്കാരത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സംസ്കാരം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആ സംസ്കാരത്തിൽ നിലനിൽക്കുന്ന ഭാഷയെ നശിപ്പിച്ചാൽ മതി. അതുകൊണ്ട് തന്നെയാണ് മാടനും മറുതയും യക്ഷിയും അതുപോലെ ഉള്ള വാക്കുകൾക്ക് മോശം അല്ലെങ്കിൽ അത്ര ശ്രേഷ്ഠമല്ലാത്ത അർത്ഥസൂചകം ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക മോശം പദങ്ങളും തമിഴിൻ വാക്കുകളിൽ നമ്മൾ എടുക്കുമ്പോൾ, തമിഴ് ഭാഷയിൽ നമ്മൾ എടുക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ശ്രേഷ്ഠമായ അർത്ഥങ്ങളാണ് സൂചിപ്പിക്കുന്നത്. മറുത എന്ന് പറയുന്ന വാക്കിൻ്റെ തമിഴ് അർത്ഥം എന്ന് പറയുന്നത്, തമിഴിൽ അമ്മ എന്ന് പറയുന്ന മനോഹരമായ സങ്കല്പമാണ് അവിടെ മറുത എന്ന് പറയുന്ന വാക്കിന് നൽകുന്നത്. അപ്പോൾ ഭാഷ നശിപ്പിക്കപ്പെടുമ്പോൾ സംസ്കാരം നശിപ്പിക്കപ്പെടുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ നാടകത്തിൻ്റെ ഒരു ഇതിവൃത്തം, അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഒരു സൂചകം? മറ്റൊന്നുകൂടി എന്ന് പറയുമ്പോൾ, കാവ് എന്ന് പറയുന്ന സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നു. കാവ് സംസ്കാരം, അല്ലെങ്കിൽ തദ്ദേശീയരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടങ്ങുന്നൊരു സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. കാവിൽ നിന്ന് ക്ഷേത്രമാകുമ്പോൾ ആ ക്ഷേത്രത്തിൽ അവിടെ മാടനും മറുതയും അപ്പൂപ്പനുമൊക്കെ പുതിയ ദൈവങ്ങളുടെ പേര് വരികയും, അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത, ആ മാടനെയും മറുതയെയും യക്ഷിയെയും അതല്ലെങ്കിൽ അപ്പൂപ്പനെയും ആരാധിച്ചിരുന്ന മനുഷ്യർ ആ ക്ഷേത്രത്തിൽ നിന്ന് വെളിയിലാക്കപ്പെടുന്നു എന്നതാണ് കാവിൽ നിന്ന് ക്ഷേത്രമാകുമ്പോഴുണ്ടാകുന്ന മാറ്റം. ആ കാവിൽ നിന്ന് ക്ഷേത്രമാകുമ്പോൾ മാടന് മോക്ഷം കിട്ടുന്നത് പോലെ മാടൻ്റെ മക്കൾക്കും മോക്ഷം കിട്ടണം എന്നതാണ് നാടകം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവങ്ങളെ കളിയാക്കുന്ന, ദൈവങ്ങളോട് കുശലം പറയുന്ന, ദൈവങ്ങളോട് തമാശകൾ പറയുന്ന, ആ രീതിയിൽ ദൈവത്തെ ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണക്കാക്കാൻ കഴിയുന്ന, ദൈവത്തെ ഭയത്തോടെയോ അതല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന രീതിയിലല്ലാതെ വീട്ടിലൊരു അംഗത്തെ പോലെ ട്രീറ്റ് ചെയ്യുന്ന, യഥാർത്ഥത്തിൽ ദൈവവും മനുഷ്യനും എന്നുള്ളൊരു ബന്ധം അങ്ങനെയാകണം എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാനും. അതുപോലെ അത് യഥാർത്ഥത്തിൽ മാടൻ മോക്ഷം എന്നുള്ള നാടകം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലിരുന്ന് ദൈവത്തെ കളിയാക്കാനും പരിഹസിക്കാനും, ദൈവത്തോട് അപേക്ഷകൾ അല്ലെങ്കിൽ ദൈവത്തോട് നമ്മുടെ ആവലാതികൾ പറയാനും ഒക്കെ സാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയാണ്. ആ ജനാധിപത്യത്തിൽ മാടന് മോക്ഷം കിട്ടുന്നത് പോലെ മാടൻ്റെ മക്കൾക്കും മോക്ഷം വേണം. ആ മോക്ഷം എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ, മോക്ഷം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ രാജ്യത്തിലുള്ള ജനാധിപത്യത്തിൻ്റെ ഭരണഘടന നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ജയ് ഭീം, ജയ് ഭാരത്.